രാജ്യത്തൊട്ടാകെ അഗ്നിരക്ഷാ സേനാ ദിനം വിവിധ പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. തുടർന്ന് അഗ്നി സുരക്ഷാ വാരാഘോഷത്തിനും തുടക്കമായി. IT നഗരം ഉൾക്കൊള്ളുന്ന തൃക്കാക്കര യൂണിറ്റിലും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. മയക്കുമരുന്ന് വിരുദ്ധ പ്രതിജ്ഞ, അതുപോലെ തന്നെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട റാലി, അതുപോലെ വിവിധ സ്ഥലങ്ങളിൽ കാക്കനാട് ജംഗ്ഷൻ ഉൾപ്പെടെ ഉള്ള പ്രദേശങ്ങളിലൊക്കെ എങ്ങനെയാണ് ആ തീ അണക്കുന്നത്, ഒരാളുടെ തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങിയാൽ ആ ആളെ എങ്ങനെ രക്ഷപ്പെടുത്താം, ഒരാൾ കുഴഞ്ഞു വീണാൽ എങ്ങനെ രക്ഷപ്പെടുത്താം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് നേരിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞും അതുപോലെ തന്നെ ചെയ്തും കാണിച്ചാണ് തൃക്കാക്കര യൂണിറ്റ് ഈ പ്രാവശ്യത്തെ വാരാഘോഷം സംഘടിപ്പിച്ചത്. നിങ്ങൾ ഇതിൽ വീട്ടിൽ മിക്കവാറും നമ്മള് പുരുഷന്മാരായിരിക്കും റെഗുലേറ്റർ കണക്ട് ചെയ്ത് കൊടുക്കാം, അല്ലെ? സ്ത്രീകൾക്ക് ഒരു പേടിയായിരിക്കും ഒരു റെഗുലേറ്റർ കണക്ട് ചെയ്യാൻ. നിങ്ങളൊക്കെ കണക്ട് ചെയ്ത് കൊടുക്കാറുണ്ടോ റെഗുലേറ്റർ വീടുകളിൽ? ഈ ഗ്യാസ് സിലിണ്ടറിൽ റെഗുലേറ്റർ കണക്ട് ചെയ്ത് കൊടുക്കാറുണ്ടോ? നിങ്ങൾ എങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാറ്, അല്ലെ? നമ്മൾ ഇതിന് പോയി അഭിമുഖമായിട്ട് നിൽക്കും, അല്ലെ? ഈ റെഗുലേറ്റർ ഇങ്ങനെ എടുക്കും, ഇത് പ്രസ് ചെയ്യും, നേരെ താഴത്തേക്ക് വെക്കും, അല്ലെ? ഒരു കാരണവശാലും ഗ്യാസ് സിലിണ്ടറിന് മാത്രമല്ല ഒരു പ്രഷർ വെസൽസിന്റെ നേരെ നമ്മളുടെ തല വെച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ജോലിയും നമ്മൾ ചെയ്യാൻ പാടില്ല. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും സിലിണ്ടർ തുറക്കുന്നതായിക്കൊള്ളട്ടെ, ഏതെങ്കിലും റെഗുലേറ്റർ ഘടിപ്പിക്കുന്നതായിക്കോട്ടെ, എന്താണെങ്കിലും എന്ത് ചെയ്യാൻ പാടില്ല, അതിന്റെ വാൽവിന് നേരെ നമ്മളുടെ തല വെച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ജോലിയും ചെയ്യാൻ പാടില്ല. റെഗുലേറ്റർ കണക്ട് ചെയ്യുന്നതടക്കം ഒരു ജോലിയും ചെയ്യാൻ പാടില്ല. എന്ത് ചിലപ്പോ എന്തെങ്കിലും ഇങ്ങനെ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, റെഗുലേറ്റർ നേരെ തല വെച്ചിട്ട്, ഒന്നില്ലെങ്കിൽ തല അല്പം മാറ്റി വെച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ. തല ഒരു സൈഡിലേക്ക് അല്പം മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ, റെഗുലേറ്റർ അതിൽ ഘടിപ്പിക്കാൻ പാടുള്ളൂ. ചിലപ്പോ ഗ്യാസ് ഏജൻസിക്കാരൻ ഇത് ചിലപ്പോ 3-4 ദിവസമൊക്കെ എന്ത് ചെയ്യും, വെയിലത്ത് വെച്ചിട്ട് കൊണ്ടുവന്ന ഗ്യാസ് ആയിരിക്കും, അല്ലെ? അപ്പൊ ഇതില് ആദ്യം ലിക്വിഡ് ആയിട്ടായിരിക്കും ഗ്യാസ് നിറച്ചേക്കുന്നത്. വെയിലത്തിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഇതിന്റെ ഉള്ളില് ലിക്വിഡ് ഫോമിൽ നിന്ന് മാറി എന്ത് ഗ്യാസ് ഫോമിലേക്ക് മാറി. ഗ്യാസ് ഫോമിലേക്ക് മാറുമ്പോൾ എന്ത് സംഭവിക്കും, ഇതിലെ പ്രഷർ കൂടും. സാധാരണ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിനേക്കാൾ ടെമ്പറേച്ചർ ഇതിൽ കൂടുതൽ കിട്ടുമ്പോൾ എന്ത് പറ്റും, ഇതിന്റെ ഉള്ളിൽ പ്രഷർ റൈസ് ആവും. അപ്പൊ എന്ത് ചെയ്യും, ഇതിന് താങ്ങാൻ പറ്റാവുന്നതിനേക്കാൾ കൂടുതൽ പ്രഷർ ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യാം, സിലിണ്ടർ പൊട്ടിത്തെറിക്കുക. എ മാർക്ക് ചെയ്തതിന് എസ്യൂഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾക്ക് ഈ സോളിഡ് ഫയർ ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യാം, കെടുത്താനായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, എ മാർക്ക് ചെയ്തതാണ്. ഇനി ക്ലാസിഫിക്കേഷൻ ബി എന്ന് പറഞ്ഞാൽ ലിക്വിഡുകളിലുണ്ടാവുന്ന ഫയർ, അതായത് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, പെയിന്റ്, അതേപോലെ തന്നെ എന്ത് കത്തുന്ന ലിക്വിഡ് ആണെങ്കിലും അതിലൊക്കെ ഉണ്ടാവുന്ന ഫയറുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല. വെള്ളം ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും, ഒന്ന് പെട്ടെന്ന് ആളെയും ചെയ്യും, അല്ലെ? എല്ലാ ഭാഗത്തേക്കും തീ പടരും, ഒരു ചെറിയൊരു എക്സ്പ്ലോഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ എന്ത് പറ്റും, ഈ വെള്ളത്തിന് മറ്റുള്ള ദ്രാവകങ്ങളെക്കാൾ സാന്ദ്രത കൂടുതലുള്ള കാരണം എന്ത് ചെയ്യും, വെള്ളം നേരെ ഒഴിക്കുന്ന വെള്ളം ഇവിടെ പോവും, നേരെ താഴേക്ക് പോവും. കത്തുന്ന ആ ഫ്യൂവൽ എന്ത് ചെയ്യും, മേളിൽ വന്ന് എന്ത് ചെയ്യും, വീണ്ടും കത്തുകയും ചെയ്യും. അപ്പൊ അവിടെ ഒരു കാരണവശാലും നമുക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെ ഞങ്ങൾ ഫയർഫോഴ്സ് അവിടെ ഉപയോഗിക്കുന്നത് ഫോം എന്ന് പറയുന്ന സംഗതിയാണ്. നമ്മൾക്ക് ബി ക്ലാസ് ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ, അതായത് ഇതുപോലെ തന്നെ ലിക്വിഡുകളിൽ എന്തെങ്കിലും ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, എസ് യൂഷണൽ ഉണ്ടെങ്കിൽ ബി മാർക്ക് ചെയ്താണ് എസ് യൂഷണൽ എന്ത് ചെയ്യാം, അത് ഉപയോഗിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, സോളിഡ് ആയിട്ടുള്ള എന്തെങ്കിലും, അതായത് വുഡ് അതേപോലുള്ള കത്തുമ്പോൾ കാർബൺ അവശേഷിക്കുന്ന സാധനങ്ങൾക്ക് എ മാർക്ക് ചെയ്താണ് എസ് യൂഷനും, ലിക്വിഡുകൾ ഫയർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബി മാർക്ക് ചെയ്താണ് എസ് യൂഷനും നമ്മൾക്ക് അത് കെടുത്താനായിട്ട് ഉപയോഗിക്കാം. ഒരു ഗ്യാസ് ഫയർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ഏറ്റവും എളുപ്പം നിർത്താനായിട്ടുള്ള മാർഗം ഇതായിരിക്കും. ഒരു ഗ്യാസ് ഒരു തീപിടുത്തമുണ്ടായി, അതിന് ഏറ്റവും എളുപ്പം അണയ്ക്കാനുള്ള മാർഗം ഏതായിരിക്കും, ഈ ഗ്യാസ് പുറത്തേക്ക് വരുന്ന റെഗുലേറ്റർ എന്ത് ചെയ്യുക, അത് ഓഫ് ചെയ്യുക. അതാണ് ഏറ്റവും എളുപ്പ മാർഗം. ഇനിയിപ്പോ ചില സമയത്ത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റെഗുലേറ്റർ ഓഫ് ചെയ്യാൻ പറ്റില്ല. ആ റെഗുലേറ്ററിന്റെ ഭാഗത്തായിരിക്കും തീ പിടിച്ചിരിക്കുന്നത്. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, നല്ല കട്ടിയുള്ള പുതപ്പോ ചാക്കോ എന്തെങ്കിലും എന്ത് ചെയ്യും, നനച്ചിട്ട് എന്ത് ചെയ്യും, ആ കത്തുന്ന വസ്തുവിനെ അങ്ങോട്ട് ചുറ്റും, അല്ലെ? അപ്പൊ തീ അണയും. അപ്പൊ അങ്ങനെ തീ കെടുത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ചിലപ്പോ ഈ ഗ്യാസ് ലീക്കായി തീ പിടിച്ചേക്കുന്നതുകൊണ്ട് ഈ ചുറ്റുവട്ടത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു വസ്തുവിന് ചിലപ്പോൾ തീ പിടിച്ചിട്ടുണ്ടാവും, അല്ലെ? ഇപ്പൊ ഇത് സിലിണ്ടർ ആണെങ്കിൽ ഇതിന്റെ പുറത്തേക്ക് വന്നേക്കുന്ന ഗ്യാസ് വെച്ച് ഇവിടെ ഇരിക്കുന്ന എന്തെങ്കിലും വസ്തുവിന് തീ പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം അണയ്ക്കേണ്ട തീ ഏതാണ്, ഈ ചുറ്റുവട്ടത്തുള്ള തീ ആദ്യം അണച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, സിലിണ്ടറിലെ തീ അണയ്ക്കാൻ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ ആദ്യം പോയി സിലിണ്ടറിലെ തീ അണച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, സിലിണ്ടറിലെ തീ നമ്മൾ തുണിയൊക്കെ ചുറ്റി അണച്ച് ഇത് തിരിച്ചു ഊരി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, വീണ്ടും ഗ്യാസ് പുറത്തേക്ക് വന്ന് വീണ്ടും തീ പിടിക്കും. പിന്നെ ഒരു മാറ്റുക, എന്ത് ചെയ്യാം, പിന്നെ ഒരു മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ സംഗതി ഇളകിപ്പോരും. അത് പിന്നെ ഒരു മാറ്റുക. അടുത്ത എന്ത് ചെയ്യാം, അടുത്ത എ
എന്ത് ചെയ്യാം? തീ കത്തുന്നതിന്റെ സീറ്റ് എവിടെയാണോ, ബേസ് എവിടെയാണോ, അതായത് ഒരു തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അതിന്റെ മുകളിലേക്ക് എയിം ചെയ്ത് അടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, ഒരു കാരണവശാലും തീ അണയില്ല. തീ അണയണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എന്ത് വസ്തുവാണോ കത്തുന്നത് അതിന്റെ ബേസിലേക്ക്, അതിന്റെ ആ തീയുടെ സീറ്റിലേക്ക് എയിം ചെയ്താൽ മാത്രം എന്ത് ചെയ്യുള്ളൂ, തീ അണയുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം? അപ്പൊ നമ്മൾ ആദ്യം പിന്നൂരി മാറ്റി പിടിച്ചു, തീയുടെ ബേസിലേക്ക് എയിം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം, ഈ ഓസിലെ ഈ ഭാഗത്ത് പിടിച്ചെങ്കിൽ മാത്രം എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എന്ത് ചെയ്യുള്ളൂ, ആ ഇതിൽ നിന്ന് വരുന്ന ഡ്രൈ കെമിക്കൽ പൗഡർ ചെന്ന് വീഴുള്ളൂ. അതേസമയം നമ്മൾ ഇത്രയും കൊണ്ട് നീക്കി പിടിച്ചിട്ടുണ്ടെങ്കിലോ ഒരു കാരണവശാലും എന്ത് ചെയ്യില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എന്ത് ചെയ്യില്ല, ഇതിന്റെ ആ പൗഡറിന്റെ ഇത് കിട്ടില്ല. നമ്മൾ പിടിക്കുമ്പോൾ എന്ത് ചെയ്യാം, ഇവിടെ തന്നെ പിടിക്കണം. അപ്പൊ അത് പിന്നൂരി മാറ്റുക, ഫയറിന്റെ ബേസിലേക്ക് എയിം ചെയ്യുക. അടുത്ത് എന്ത് ചെയ്യാം, ഈ വാൽവ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന്റെ മേളിലൊരു വാൽവ് കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ എന്ത് ചെയ്യാം, ആ വാൽവ് ഒന്ന് എന്ത് ചെയ്യാം, ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, വാൽവ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അടുത്തത് ഫയറിന്റെ എൻഡ് ടു എൻഡ് എന്ത് ചെയ്യാം, ഈ ഓസ് ഒന്ന് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സ്വീപ്പ് ചെയ്ത് കൊടുക്കുക. എന്ത് ചെയ്യാം, ഒന്നിലെ പേര് അല്ലെങ്കിൽ പേര് വിളിക്കുക, അല്ലെങ്കിൽ ചേട്ടാ ചേച്ചി എന്താന്ന് വെച്ചാൽ എന്ത് ചെയ്യാം, ശക്തമായിട്ട് ഷോൾഡറിൽ അടിച്ച് എന്ത് ചെയ്യാം, നമ്മൾ വിളിക്കാം. അപ്പോ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് അബോധാവസ്ഥയിലേക്ക് പോയിരിക്കുന്ന ആളാണെങ്കിൽ എന്ത് ഉണ്ടാവും, ചെറിയ ഞെരുക്കോ മൂളക്കോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും. ഇനി ഹൃദയം നിന്ന് പോയിരിക്കുന്ന ആളാണെങ്കിൽ എന്തുണ്ടാവില്ല, ഒരു റെസ്പോൺസ് ഉണ്ടാവില്ല. ഒരു 10 സെക്കൻഡ് എടുത്ത് എന്ത് ചെയ്യാം, നമ്മൾ ശക്തമായിട്ട് തട്ടി വിളിച്ചു കൊടുക്കാം. അത് ഇപ്പൊ ഇങ്ങനെ കിടക്കുന്ന ആളാണെങ്കിൽ ഇപ്പൊ അബ്ദുൽ ഖാദറിനാണ് പേരുണ്ടെങ്കിൽ ഖാദർ ഇങ്ങനെ വിളിച്ചാൽ ആളാണെങ്കോ ഇല്ല, എന്ത് ചെയ്യണം, ശക്തമായിട്ട് 2 ഷോൾഡറിലും വിടണം, ശക്തമായിട്ട് 2 ഷോൾഡറിലും അടിച്ചു വിടണം. എന്ത് ചെയ്യാം, 10 സെക്കൻഡ് എടുത്ത് വിളിക്കാൻ. 10 സെക്കൻഡ് ആയിട്ട് അനങ്ങളില്ലെങ്കിൽ എന്ത് ചെയ്യാം, അത് നമ്മൾ വിട്ട് കളഞ്ഞേക്കാം. അടുത്ത നമ്മൾ എന്ത് നോക്കും, ഇപ്പൊ പൾസ് കിട്ടിയവർ മാത്രം നിങ്ങൾ നോക്കുക. ഇത് റേഡിയൽ പൾസ് എന്നാണ് ഇതിനെ പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ പിടിച്ച് നോക്കുക, പൾസ് കിട്ടിയവർ മാത്രം ഒന്ന് കൈവെക്കാം, പൾസ് കിട്ടിയവർ മാത്രം ഇടാം. ഒരാൾക്ക് കിട്ടിയുള്ളൂ അല്ലെ, 2 ആൾക്ക് കിട്ടി ഇല്ലേ, കിട്ടിയില്ലേ? ഈ 2 പേരിൽ ഉപയോഗിക്കാം. അത് ഈ താടിയില്ല അല്ലെ, ഈ തൊട്ട് താഴെ തൊട്ടോക്കാം. ഇപ്പൊ എല്ലാവരും കിട്ടിയില്ല പൾസ്. ചെവി ഇയാളുടെ മൂക്കിന് ചേർത്ത് വെക്കാം, നമ്മളുടെ നോട്ടം എവിടെ ആയിരിക്കണം, ആളുടെ വയറിലേക്ക്, സ്റ്റൊമക്കിലേക്ക് ആയിരിക്കണം. അപ്പൊ ശ്വാസം ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും, പൊങ്ങണതും താഴെന്ന് അറിയാൻ പറ്റും വയറ് അല്ലെ. നമുക്ക് നേരത്തെ ശ്വാസം സൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും, ചെവി കൂടി കേൾക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മളുടെ ഈ ഭാഗത്ത് ഇയാളുടെ ശ്വാസം അടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വളരെ പെട്ടെന്ന് അറിയാൻ പറ്റും. ഈ 3 പ്രവൃത്തിയിലൂടെ ഇയാൾക്ക് ശ്വാസം ഉണ്ടോ നോക്കാം. ഇതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മൾ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചാൽ മതി. ഇത് 3 ഇല്ലെങ്കിലോ, ഈ 3 സയൻസ് ഒരാളില്ലെങ്കിലോ, ഈ 3 ഘടകങ്ങളും, അതായത് ഇയാളെ വിളിച്ചു നോക്കിയിട്ട് അനക്കില്ല, പൾസ് നോക്കിയിട്ട് പൾസ് ഇല്ല, ബ്രീത്ത് നോക്കിയിട്ട് ബ്രീത്തും ഇല്ല, ശ്വാസം ഇല്ല, അത് നോക്കിയിട്ട് ഇതില്ല, ഉടനെ നമ്മൾ എന്ത് ചെയ്യണം, CPR തുടങ്ങും. CPR തുടങ്ങാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അതിന് മേളിൽ എന്ത് ചെയ്യാം, ഇടത് കൈ ചുരുട്ടി വെക്കാം, വലത് കൈ വിരലിൽ നിവർത്തി വെക്കാം. എല്ലാവരും പിടിച്ചു നോക്കിയേ, ഇങ്ങനെ വെക്കാം, ഇടത് കൈ അതിന്റെ മേളിൽ പ്രസ് ചെയ്ത് വെക്കാം. നിങ്ങൾ റൈറ്റ് ഹാൻഡർ ആണെങ്കിൽ വലതയുടെ ഫിംഗേഴ്സ് നിവർത്തി വെക്കാം, ഇടത് കൈ സപ്പോർട്ട് ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡർ ആണെങ്കിൽ നേരെ തിരിച്ചു. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പ്രസ് ചെയ്യുന്നത് ഏത് ഭാഗം കൊണ്ടാ പ്രസ് ചെയ്ത് ഉള്ളം കൈ കൊണ്ടല്ല പ്രസ് ചെയ്ത്, ഈ ഭാഗം കൊണ്ടാണ് നമ്മൾ പ്രസ് ചെയ്യുന്നത്. നമ്മുടെ കൈയുടെ ഈ ഭാഗം കൊണ്ടാണ് നമ്മൾ പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? കൈയുടെ ഈ ഭാഗം കൊണ്ടാണ് നമ്മൾ പ്രസ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു കാരണവശാലും ഇതേപോലുള്ള ടേബിളിന്റെ ഒന്നും മേളിൽ വെച്ച് എന്ത് ചെയ്യാൻ പാടില്ല, CPR ചെയ്യരുത്. എപ്പോഴും എന്ത് ചെയ്യണം, താഴെ ഉറച്ച പ്രതലത്തിൽ വെച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഇയാളുടെ ഹൃദയം രണ്ടാമത് എന്ത് ചെയ്യാൻ പോകാം, ഈ നിന്ന് പോയിരിക്കുന്ന ഇയാളുടെ ഹൃദയം രണ്ടാമത് നമ്മളൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോക്കാൻ നമ്മളൊന്ന് ശ്രമിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ പ്രസ് ചെയ്യേണ്ടത് എവിടെയാ, നമ്മുടെ ഈ വാരിയലിന്റെ ജോയിന്റില്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വാരിയലിന്റെ ജോയിന്റിന്റെ ഏറ്റവും സെന്റർ ഭാഗം, ആ സ്റ്റെർണം എന്നാണ് പറയുന്നത് ഈ പോയിന്റിന്, ആ സ്റ്റെർണം എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മൾ പ്രസ് ചെയ്യുന്നത്. നമ്മുടെ വാരിയലിന്റെ ജോയിന്റിന്റെ ഏകദേശം സെന്റർ ഭാഗം. പൊസിഷൻ മനസ്സിലായില്ലേ? ഈ വാരിയലിന്റെ ജോയിന്റിന്റെ ഏകദേശം സെന്റർ ഭാഗത്താണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ ഇയാളുടെ കിടക്കണം, നമ്മളിങ്ങനെ പോയി നിന്നു, നമ്മൾ ഏകദേശം ആ വാരിയലിന്റെ ജോയിന്റിന്റെ സെന്റർ ഭാഗത്താണ് ചെയ്യാം. നമ്മൾ ഈ കൈ ഇങ്ങനെ വെക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? കൈ ഇങ്ങനെ വെക്കാം. ഈ ഇയാളുടെ മൂക്കിന് നേരെ ആയിരിക്കണം നമ്മളുടെ ഈ കൈ. ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, മുട്ട് വളയാൻ പാടില്ല. നമ്മൾ ഈ ചെയ്യുന്ന പ്രസ്സിങ് എവിടെ നിന്ന് വരണം, നമ്മൾ കൈയെന്നല്ല ഫുൾ ബോഡിന്ന്, അതായത് നമ്മളുടെ ഫുൾ ബോഡിന്ന് വരണം ഈ പ്രസ്സിങ്. അല്ലെങ്കിൽ എന്ത് പറ്റും, നമ്മൾ കൈ കൊണ്ട് മാത്രം പ്രസ് ചെയ്യണമെങ്കിൽ എന്ത് വരും, നമ്മൾ 1 or 2 സൈക്കിൾ കഴിയുമ്പോഴേക്കും നമ്മൾ എന്ത് വരും, ടയേർഡായി പോകും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് 5 or 6 സൈക്കിൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ കൈ ഇങ്ങനെ വെച്ചു,
ഒരു 2 ഇഞ്ചെങ്കിലും, അതായത് 5 സെന്റിമീറ്റർ എങ്കിലും എന്ത് ചെയ്യണം, നമ്മൾ ഈ താഴ്ന്നത് എന്ത് ചെയ്യണം, താഴത്തേക്ക് പ്രസ് ചെയ്യണം. 2 ഇഞ്ച് അല്ലെങ്കിൽ 5 സെന്റിമീറ്റർ എന്തെങ്കിലും എന്ത് ചെയ്യണം, താഴത്തേക്ക് ഇത് പ്രസ് ചെയ്യണം. ഓക്കെ, അത്രയും ക്ലിയർ ആയില്ലേ? ഇനി ആദ്യം നമ്മൾ കൊടുക്കുന്നത് 30 പ്രസ്സിംഗ് ആണ്. ആദ്യം നമ്മൾ കൊടുക്കുന്നത് 30 പ്രസ്സിംഗ് ആണ്. ഇയാളുടെ ഹൃദയത്തിലേക്ക്, ഇയാളുടെ ചെസ്റ്റിലേക്ക് കൊടുക്കുന്നത് 30 പ്രസ്സിംഗ് ആണ്. അതിനൊരു സ്പീഡ് ഉണ്ട്, അതായത് 1 മിനിറ്റില് 100 മുതൽ 120 വരെ പ്രസ്സിംഗ് വരണം. അതാണ് അതിന്റെ സ്പീഡ്. അപ്പൊ ഒരു സെക്കൻഡിൽ എത്ര എണ്ണം വരണം? 1 മിനിറ്റിൽ 120 വരണമെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര എണ്ണം വരണം? 2 എണ്ണമെങ്കിലും വരണ്ടേ? ഓക്കെ, 2 എണ്ണം വരണം. അതാണ് അതിന്റെ സ്പീഡ്. ഒരു സെക്കൻഡിൽ 2 എണ്ണം വരുന്നതാണ് അതിന്റെ സ്പീഡ്. ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്യാം, നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, കൈ ഇങ്ങനെ വെച്ചു. നമ്മുടെ ഫുൾ ബോഡിയിൽ പ്രസ്സിംഗ് വരേണ്ട സ്പീഡ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 20 1 2 3 4 5 6 7 8 9 30. അങ്ങനെ എന്ത് ചെയ്യാം, നമ്മൾക്ക് എണ്ണാൻ പറ്റുമെങ്കിൽ എണ്ണ, അല്ലെങ്കിൽ ഉറക്കെണ്ണാൻ പറ്റുമെങ്കിൽ ഉറക്കെണ്ണ, അല്ലെങ്കിൽ പതുക്കെണ്ണാൻ പറ്റുമെങ്കിൽ പതുക്കെണ്ണ. അങ്ങനെ എന്ത് ചെയ്യാം, 30 പ്രസ്സിംഗ് എന്ത് ചെയ്യാം, ഇയാളുടെ ചെസ്റ്റിലേക്ക് കൊടുക്കാം. ക്ലിയർ അല്ലേ? 2 ഇഞ്ചെങ്കിലും താഴുന്ന രീതിയിൽ, ഒരു സെക്കൻഡിൽ 2 എണ്ണം വരുന്ന രീതിയിൽ എന്ത് ചെയ്യാം, 30 പ്രസ്സിംഗ് ആദ്യം ഇയാളുടെ ചെസ്റ്റിലേക്ക് കൊടുക്കാം. എന്തിനായിരിക്കും താടിയുള്ള വരുന്നത്? നമ്മൾ അബോധാവസ്ഥയിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മളുടെ നാവ് പതുക്കെ താഴത്തേക്ക് ഇറങ്ങിപ്പോയി എന്ത് ചെയ്യും, നമ്മൾ ശ്വസിക്കുന്ന ഭാഗം എന്ത് ചെയ്യും, അടഞ്ഞ് ക്ലോസ് ആയിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മൾ ഊതി കൊടുത്താൽ അതൊരു കാരണവശാലത്തിലേക്ക് പോകില്ല, ലെൻസിലേക്ക് പോകില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഈ കൈ വെച്ച് മൂക്ക് അടച്ചു പിടിക്കാം, ഈ കൈ വെച്ച് എന്ത് ചെയ്യാം, അല്പം താടിയിൽ അല്പം ഉയർത്തുക. അങ്ങനെ എന്ത് ചെയ്യാം, നമ്മൾക്ക് എന്തോരം എയർ എടുക്കാൻ പറ്റും അത്രയും എയർ നമ്മൾക്ക് ഉള്ളിലേക്ക് എടുക്കുന്നത് എന്ത് ചെയ്യാം, നമ്മൾ ഈ അട ലെൻസിലേക്ക് 2 തവണ ഊതി കൊടുക്കുക. ആദ്യം ഒരു തവണ ഊതി കൊടുക്കുക, വീണ്ടും എയർ എടുക്കുക, വീണ്ടും ഒരു തവണ ഊതി കൊടുക്കുക. ഓക്കെ, അതിനെയാണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. 30 പ്രസ്സിംഗ് 2 ഓക്സിജൻ, അതിനാണ് എന്ത് പറയുന്നത്, ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ഇങ്ങനെ എന്ത് ചെയ്യാം, ഒന്നില്ലെങ്കിൽ അടുത്ത ആശുപത്രിയിൽ എത്തിക്കുന്നവരെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇയാൾ പ്രതികരിച്ചു തുടങ്ങുന്നവരെ എന്ത് ചെയ്യാം, കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തോണ്ടിരിക്കും. ഒന്നില്ലെങ്കിൽ 30 പ്രസ്സിംഗ് 2 ഓക്സിജൻ, 30 പ്രസ് 2 ഓക്സിജൻ, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആശുപത്രിയിൽ എത്തിക്കുന്നവരെ ചെയ്ത് കഴിഞ്ഞാല് ഈ ആള് രക്ഷപ്പെടാനുള്ള സാധ്യത 70%. അതായത് മരണപ്പെട്ടു പോകുന്ന 10 പേരിൽ 7 പേരും എന്താണ് രക്ഷപ്പെടാനുള്ള സാധ്യത മാത്രം കുട്ടികൾക്ക് ഉപയോഗിക്കും. കുട്ടികൾക്ക് വരാൻ പറ്റുന്ന പാടില്ലേ അവസ്ഥ? ഇപ്പോഴത്തെ നമ്മളുടെ ഹാർട്ട് അറ്റാക്കിന്റെ പ്രായം എത്രയെന്നറിയോ? ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിലെ ഹാർട്ട് അറ്റാക്കിന്റെ പ്രായം എത്രയെന്നറിയോ? എത്രയെന്നറിയോ? ആർക്കറിയില്ല? 18 വയസ്സാണ് ഇപ്പോഴത്തെ നമ്മളുടെ ഹാർട്ട് അറ്റാക്ക് വരാൻ ചാൻസ് ഉള്ള പ്രായം. നമ്മുടെ ഭക്ഷണ രീതി കൊണ്ട് 18 വയസ്സാണ് നമ്മൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ്. മാനവരാശിയെ തകർക്കുന്ന മഹാവിപത്താണ് മയക്കുമരുന്ന് എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും പൂർണ്ണമായി നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു.